എല്ലാവരും ഇപ്പം വലിയൊരു അപകടത്തെക്കുറിച്ച് അറിഞ്ഞല്ലോ. ഒന്നുമല്ല, നമ്മുടെ അറബിക്കടലിൽ ഒരു കപ്പൽ മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കണ്ടെയ്നറുകളുണ്ടായിരുന്നു. അതിലൊക്കെ എന്താണ് കണ്ടൻറ്റുകൾ എന്നുള്ളത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല. പിന്നെ വാർത്താ ചാനലുകളും പത്രങ്ങളും കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ അധികം കടലിൽ അടിയിലേക്ക് പോകും. ചിലതൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കും. ഓരോ സ്ഥലങ്ങളിലൊക്കെ അത് അടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ഈ കടൽ ഇത്രയും വിശാലമാണെങ്കിലും ഈ കടലിൽ കൂടെ സഞ്ചരിക്കുന്ന ഓരോ കപ്പലുകളായാലും ബോട്ടുകളായാലും ഇതെല്ലാം കുറേയധികം മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഇന്ധനം ഉൾപ്പെടെയുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെയും ഈ കടലിലുള്ള ജീവികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പം കരയിൽ ഓടുന്ന വാഹനങ്ങൾ, ഇവയിൽ നിന്ന് പുറന്തള്ളുന്ന പുക, അതെത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും ഹാനികരമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളത് ഉൾക്കൊണ്ടു പോകുന്നു. പിന്നെ നമ്മളെ രക്ഷിക്കാനായിട്ട് കുറേയധികം മരങ്ങളും മറ്റും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുങ്ങൾ കുറേയധികം ഈ പുക ശ്വസിച്ച് തീർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരയിലുള്ള ആവാസ വ്യവസ്ഥ എന്താണോ അതുപോലെ തന്നെ കടലിലും ഉണ്ട് ഒരു ആവാസ വ്യവസ്ഥ. കരയിലുള്ള അതേപോലെ ജീവികളെല്ലാം തന്നെ കടലിലും ഉണ്ട്, അല്ലേ? ഒരു കാര്യം, കരയിൽ നമ്മൾ പച്ചക്കറി വളർത്തുന്നു, ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ കടലിലും ഉണ്ട് ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമായ കുറേ ജീവികൾ. അവയെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് പാകം ചെയ്ത് കഴിക്കുന്നു, അല്ലേ? ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്കാണ് പോകുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ പറയുന്ന കേൾക്കാം, ഇന്ന മത്സ്യം പിടിച്ചു, അതിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു, ചിലർക്ക് വിഷബാധ ഏറ്റു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇത്ര വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്ര വലിയൊരു കപ്പലാണ്. അപ്പം കപ്പലിന് യാത്ര ചെയ്യാൻ ആവശ്യമായ ഇന്ധനം ആ കപ്പലിലുണ്ടായിരുന്നു. അതിൽ ഇന്ധന ചോർച്ച വന്നിട്ടുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ സ്വന്തം അറബിക്കടലിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് അകലെയൊന്നുമല്ല. അപ്പം കുറേയധികം തീരപ്രദേശങ്ങളെ അത് മോശമായി ബാധിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പത്രം എടുക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ അവിടുത്തെ ചേച്ചിയും ചേട്ടനോട് സംസാരിക്കുകയാണ്, ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ നമ്മൾ ആരും തന്നെ മീനൊന്നും വാങ്ങിക്കാതിരിക്കുക, അതൊക്കെ വാങ്ങിച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത്. അതും ശരിയാണ്. ഈ മത്സ്യങ്ങൾ അവിടെ നിന്നുള്ള മത്സ്യങ്ങളാണല്ലോ, അവയെ ഇത് ദോഷകരമായി ബാധിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ ആഘാതം മൂലം കടലിൽ ചാകാറായി കിടക്കുന്ന, അല്ലേ, മീനുകളൊക്കെ ചിലപ്പം വലയിൽ കുരുങ്ങി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകും. നമ്മളിതൊന്നും അറിയുന്നില്ല, നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. നമ്മളിതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പരിണിതഫലം നമ്മുടെ ശരീരത്തിൽ പിന്നീട് ഉണ്ടാവാൻ തുടങ്ങും, അല്ലേ? നമ്മുടെ മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് തന്നെ ഭീഷണിയായിട്ട് വരാറുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണിത്. ഇപ്പോൾ എണ്ണപ്പാട ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും ഉറപ്പാണല്ലോ. ആ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് അത് രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീരങ്ങളിലേക്ക് എത്താൻ ഇത്തിരി താമസം വരുമെന്നുള്ളതാണ്. ഇപ്പം അത് ഏതൊക്കെ രീതിയിലാണ്, ഇപ്പം നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണത് തീരപ്രദേശത്തെയും മനുഷ്യരെയും ബാധിക്കുക എന്നൊന്നും പറയില്ല. ഇതിനു മുമ്പും ഇതുപോലൊക്കെ സംഭവിച്ചിട്ട് ഒരുപാട് കടൽ ജീവികൾ ചത്തടിഞ്ഞ സംഭവങ്ങളൊക്കെ പത്രത്തിലുണ്ടായിരുന്നു. എന്തായാലും എല്ലാം നമുക്ക് ആവശ്യമാണ്, അല്ലേ? ഒരു പോസിറ്റീവിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ആ കപ്പൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് എനിക്ക് കുറേ ഡൗട്ടുകളുണ്ട്. മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രമാത്രം നഷ്ടമാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്നത്. അപ്പം അത് മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സംശയം, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അവർ പറയുന്നത് കൊച്ചിയിലേക്ക് വരികയാണ്, വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് വരുന്ന കപ്പലാണ്. കൊച്ചിയോട് അടുക്കാറായ സമയത്തൊക്കെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ എന്താണ് ആ കാറ്റ്, മഴ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് കപ്പലിനൊരു ചരിവ് സംഭവിച്ച് അങ്ങനെ മുങ്ങിയതാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും കടലിന് വലിയൊരു ഭീഷണിയായിട്ട്
അത്രയും വലിയൊരു കപ്പൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊക്കെയോ വസ്തുക്കളുമായിട്ടാണ് അത് പോയിരിക്കുന്നത്. അതെന്തായാലും കടലിലെ പാവം പിടിച്ച എന്താ പറയുക, ഒന്നും അറിയാത്ത കുറേ ജീവജാലങ്ങൾ അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കാൻ പോവുകയാണ് എന്നതിനൊരു മാറ്റവുമില്ല. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലേ? നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമുക്ക് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കണമെന്നറിയാൻ നമ്മൾ ഓടി നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം സംഭവിച്ചതറിയാം. ഇനിയിപ്പോൾ ആ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയമാണ് നടക്കുന്നത്. അവരുടെ ജീവിതം, അവരുടെ നഷ്ടങ്ങൾ, അതിലൊന്നും ഒരിക്കലും ഒരു വില കൊടുക്കാൻ പറ്റില്ല അല്ലേ? അതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കടലിലുള്ള ജീവജാലങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട് അല്ലേ? അവർക്കും പരസ്പരം വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. നമുക്കറിയില്ലല്ലോ അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്നും. എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ്. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത്. എല്ലാവരും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. ശരിയല്ലേ?